Hello, I am back again with another episode that is accusative in German language. So there are four cases in German language: nominative, accusative, dative, and genitive. So we are learned about nominative. Today we are going to learn about accusative. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് accusative കേസിനെ കുറിച്ചാണ്. Okay, accusative. Okay, now accusative എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നോമിനാറ്റീവ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അതിന് സബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ്. സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ് കർത്താവ്, വ്യക്തിയാകും സാധനങ്ങളാകും. അത് സബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ് ആണ് നമ്മൾ നോമിനാറ്റീവ് എന്ന് പറയുന്നത്. അക്യൂസാറ്റീവ് എന്ന ഓബ്ജക്റ്റ് ആണ്. ഓക്കെ, കർമ്മം. ഓക്കെ, കർത്താവ് കർമ്മം ക്രിയ, അതിനകത്ത് കർമ്മമാണ് എന്ന് പറയുന്നത്. ഓബ്ജക്റ്റ് സെന്റൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഡിറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയും. കാരണം നമ്മൾ ഡാറ്റീവ് പഠിക്കുമ്പോഴത്തേക്ക് ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇതിപ്പോ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഉദാഹരണം പറഞ്ഞുതരാം. ഓക്കെ, നോമിനാറ്റീവ് ഈസ് സേ ദെൻ മാൻ ആണ്. അപ്പം ഇതിനകത്ത് ഈഷ് സബ്ജക്റ്റ് നോമിനാറ്റീവ് ആണ്. ദെൻ മാൻ ഓബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഈസ് സേ ദെൻ മാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആ വ്യക്തിയെ കാണുന്നു. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ദെൻ മാൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഞാൻ ആ വ്യക്തിയെ കാണുന്നു. ഐ എം സീയിങ് ദാറ്റ് മാൻ. ഓക്കെ, സോ ദെൻ മാൻ ഈസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അതാണ് അക്യൂസാറ്റീവ് എന്ന് പറയുന്നത്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ്. ഇതാണ് മെയിൻ ആയിട്ട്. ചില വാക്കുകൾ, ചില ക്രിയകൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആവശ്യമാണ്. കാരണം സേയൻ കാണുക, ഞാൻ കാണുന്നു, എന്ത് കാണുന്നു, അതിന് ഒബ്ജക്റ്റ് വേണം. ഓക്കെ, ഡയറക്റ്റ് ഒബ്ജക്റ്റ് വേണം. അല്ലെങ്കിൽ ഹാബ്, എനിക്കുണ്ട്, എന്തുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒബ്ജക്റ്റ് വേണം, ഡയറക്റ്റ് ഒബ്ജക്റ്റ് വേണം. അല്ലെങ്കിൽ ബ്രൗഖൻ, ഓക്കെ, എനിക്ക് ഐ നീഡ് സംതിങ്, എനിക്കത് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ കൗഫൻ, ഞാൻ വാങ്ങിക്കുന്നു, എന്ത് വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ ലേസൻ, വായിക്കുന്നു, എന്ത് വായിക്കുന്നു. അല്ലെങ്കിൽ ട്രിങ്കൻ, എന്ത് കുടിക്കുന്നു. അല്ലെങ്കിൽ എസൻ, എന്ത് ഭക്ഷിക്കുന്നു. അപ്പം ഈ വാക്കുകൾക്ക്, ഈ വെർബുകൾക്ക്, ഈ ക്രിയകൾക്ക് എപ്പോഴും ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ ക്രിയകൾ, ഇതിന് സെപ്പറേറ്റ് നമ്മളൊരു ക്രിയയെ കുറിച്ച് നമ്മൾ അക്യൂസാറ്റീവ് വെർബ് എന്ന് സെപ്പറേറ്റ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതിന്റെ സെന്റൻസ് നമ്മൾ സ്ട്രക്ചർ പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ ജസ്റ്റ് പഠിച്ചാൽ മതി. നമ്മൾ അക്യൂസാറ്റീവ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ്. സെന്റൻസിന്റെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർമ്മം. ഓക്കെ, ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ കർമ്മം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കർമ്മമൊക്കെ വിചാരിക്കും. അപ്പൊ അത് കാരണം കർത്താവ് കർമ്മം ക്രിയ എന്ന് പറയുന്നത് പോലെ, കർത്താവ് ക്രിയ കർമ്മം ജർമ്മനിൽ പറയുന്നത് പോലെ, അത് കർത്താവ് സബ്ജക്ട്, ക്രിയ വേർബ്, ഓബ്ജക്ട്. ഓക്കെ, കർമ്മം. ക്ലിയർ? ഇനി നമ്മള് നോമിനാറ്റീവ് പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ പഠിച്ചു ദർദി ദസ്തി പഠിച്ചു. നമ്മൾ ദർ എന്ന് പറഞ്ഞാല് നോമിനാറ്റീവില് മസ്കുലിൻ, ദി എന്ന് പറഞ്ഞാൽ ഫെമിനിൻ, ദസ് എന്ന് പറഞ്ഞാല് നോയിട്രം, നപുംസകം, ന്യൂട്രൽ ജെൻഡർ, ദി എന്ന് പറഞ്ഞാൽ പ്ലൂറൽ എന്ന് പഠിച്ചു നമ്മൾ. ഇതുപോലെ തന്നെ അക്യൂസാറ്റീവിനും ആർട്ടിക്കിൾസ് ഉണ്ട്. അതാണ് വലിയ പ്രശ്നം. നമ്മൾ പതുക്കെ പതുക്കെ പഠിച്ചുകൊണ്ടേയിരിക്കും, മറന്നുകൊണ്ടേയിരിക്കും. സോ അക്യൂസാറ്റീവ് ആർട്ടിക്കിൾസ് ഇൻ അക്യൂസാറ്റീവ്. അക്യൂസാറ്റീവ് ആർട്ടിക്കിൾസ് വരുമ്പോഴത്തേക്കും നമ്മൾ മസ്കുലിൻ മാത്രമേ മാറ്റം വരികയുള്ളൂ. മസ്കുലിൻ നോമിനാറ്റീവില് ദർ എന്ന് നമ്മൾ പഠിച്ചു, പുല്ലിംഗം ദർ എന്ന് പഠിച്ചു. പക്ഷെ അക്യൂസാറ്റീവിൽ വരുമ്പോൾ ദറിന് പകരം ദെൻ ആകും, ദെൻ മാൻ ആകും. നമ്മൾ നോമിനാറ്റീവിൽ ദർ മാൻ പഠിച്ചത് അക്യൂസാറ്റീവ് വരുമ്പോൾ ദെൻ മാൻ വരും. ഓക്കെ, ഫെമിനിൻ സെയിം ആണ്. ഫെമിനിൻ ദി ഫ്രൗ. ഓക്കെ, ദി ആണ്. കിൻഡ്, നമ്മൾ കിൻഡ് കുട്ടിയെ കുറിച്ച് പഠിച്ചു. ദസ് കിൻഡ് പഠിച്ചു. ദസ് കിൻഡ് തന്നെയാണ് അക്യൂസാറ്റീവ് വരുമ്പോഴത്തേക്കും. ദി കിൻഡർ, കുട്ടികൾ. ഇതെല്ലാം സെയിം ആണ്. ഫെമിനിൻ സെയിം ആണ്, നോയിട്രം സെയിം ആണ്, പ്ലൂറാൽ സെയിം ആണ്. പക്ഷേ മസ്കുലിൻ പുല്ലിംഗം മാത്രം ചേഞ്ച് ചെയ്യുന്നു. അതിന് ദർ മാൻ മാറി ദെൻ മാൻ ആകും. ഓക്കെ, അവൻ ഒരു നായയെ കാണുന്നു. ഓക്കെ, അവൻ ഒരു പട്ടിയെ കാണുന്നു. ഹി സീസ് എ ഡോഗ്. സോ er sieht den Hund. Er sieht den Hund. Er sieht den Hund. ഇപ്പൊ ദേൻ ഹുണ്ടാണ് അക്യൂസാറ്റീവിൽ മസ്കുലിൻ. ദേൻ ഹുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പട്ടി, അവൻ പട്ടിയെ കാണുന്നു. അല്ല, പട്ടിയാണ് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ,
ഞങ്ങൾ അവളെ കാണുന്നു. ഓക്കെ, വി ആർ സേയിങ് സി. ഞങ്ങൾ അവളെ കാണുന്നു. സി ഹിയർ, ഹർ, അക്യൂസേറ്റീവ് പ്രോനൗൺ ആണ്. വി ആർ സേയിങ് സി, ഞങ്ങൾ അവളെ കാണുന്നു. ഓക്കെ, അവിടെ അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് വരുന്നത്. അപ്പൊ അവൾ ഒരു കപ്പ് ചായ കുടിക്കുന്നു. അവൾ ഒരു കപ്പ് ചായ കുടിക്കുന്നു. സി ട്രിങ്ക് eine Tasse Tee. സി ട്രിങ്ക് eine Tasse Tee. eine Tasse അക്യൂസേറ്റീവ് ഫെമിനിൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പൊ eine Tasse, ഒരു കപ്പ് ചായ കുടിക്കുന്നു. സി ട്രിങ്ക് eine Tasse Tee. ഞാൻ പുസ്തകം വായിക്കുന്നു. ഞാൻ പുസ്തകം വായിക്കുന്നു. പുസ്തകം ein Buch. ein Buch എന്ന് പറഞ്ഞാൽ പുസ്തകം നോയിറ്റർ ആണ്. ഓക്കെ, ദസ് ബുക്ക് ആണ്. അപ്പോൾ ich lese ein Buch. ein Buch എന്ന് പറയുന്ന അക്യൂസേറ്റീവ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഞാൻ പുസ്തകം വായിക്കുന്നു. ആ പുസ്തകം എന്നുള്ള ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിനെ ich lese ein Buch. അപ്പൊ ein Buch എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇവിടെ ഇഷ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഓക്കെ, അത് നോമിനേറ്റ് നമ്മൾ പഠിച്ചു. ഇഷ്, ദു, എർ, സി, എസ്, വി, ഇ, സി, സി നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു. നമ്മൾ ഓക്കെ, പേഴ്സണൽ പ്രൊനൗൺ നോമിനേറ്റ് നമ്മൾ പഠിച്ചു. അപ്പൊ അതാണ് സബ്ജക്റ്റ് വരുന്നത്, ഇഷ്, ലെസ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ein Buch എന്ന് പറയുന്നത് അക്യൂസേറ്റീവിന്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പേഴ്സണൽ പ്രൊനൗൺ പഠിക്കാൻ. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഇഷ്. ഓക്കെ, ദു എന്ന് പറയുന്നത് നീ. ഇനി എന്ത് പറയണം? എന്നെ എന്ന് പറയണം, അല്ലെങ്കിൽ നിന്നെ എന്ന് പറയണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും മലയാളത്തില് ഇഷ്, ഓക്കെ, ഇഷിന് പകരം മിഷ് ആവും. ഓക്കെ, ഞാൻ എന്നെയാവും, അല്ലെങ്കിൽ നീ നിന്നെയാകും, അവൻ അവനെയാകും, അവളെയാകും, അതിനെയാകും, ഞങ്ങളെയാകും, നിങ്ങളെയാകും, അവരെയാകും. അപ്പോഴ് മിഷ്, ഡിഷ്, ഈൻ, സി, യെസ്, ഉൻസ്, ഓയ്ക്ക്, ഉൻസി. ഓക്കെ, അത് വരും. ഓക്കെ, മിഷ്, ഡിഷ്, ഈൻ, സി, യെസ്, ഉൻസ്, ഓയ്ക്ക്, ഉൻസി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇഷ് എന്ന് പറയുന്നത് ഞാൻ, മിഷ് എന്നെ. ഓക്കെ, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദു എന്ന് പറഞ്ഞാൽ നീ, അതിന് അക്യൂസേറ്റീവ് പ്രോനൗൺ വരുമ്പോഴത്തേക്കും ഓക്കെ നിന്നെയാവും, അതിന് ഡിഷ് എന്ന് പറയും. സാധാരണ ജർമ്മൻ ലാംഗ്വേജിൽ സി എച്ച് വരുമ്പോൾ ഡിക് അല്ലെങ്കിൽ ഡിഷ് എന്ന് പറയാം. സാധാരണ people use in different ways. Okay, usually I use a dick or dish. Sometimes interchangeably we use it. Okay, so er എന്ന് പറഞ്ഞാൽ അവൻ, ഈ എന്ന് പറഞ്ഞാൽ അവനെ. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ അവൾ. ഇതിന് തന്നെ അക്യൂസേറ്റീവ് സി സി തന്നെയാണ് നടക്കുന്നത്. പക്ഷേ അതിന് അർത്ഥം മാറ്റം വരും. നോമിനാറ്റീവ് സി വരുമ്പോഴത്തെ അവളാണ്, അക്യൂസേറ്റീവ് സി വരുമ്പോഴത്തെ അവളെ ആകും. അതുപോലെ നോമിനാറ്റീവ് എസ് എന്ന് പറയുന്നത് അതാണ്, പക്ഷെ അക്യൂസേറ്റീവ് എസ് തന്നെയാണ്. പക്ഷെ അതിനെ അതിനെ, ഞാൻ അതിനെ കാണുന്നു എന്ന് പറയും. വിയർ എന്ന് പറഞ്ഞാലോ ഉൻസ്, നമ്മൾ, അതിന് ഉൻസ് എന്ന് പറയും, ഞങ്ങളെ. ഓക്കെ, ഞങ്ങൾ, ഞങ്ങളെ. ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, അതിന് ഓയ്ക്ക്, നിങ്ങളെ. സി എന്ന് പറഞ്ഞാൽ അവർ, അവരെ. സി. അപ്പോൾ ഞാൻ നിന്നെ കാണുന്നു, അവൻ അവളെ കാണുന്നു, അവൻ അതിനെ കാണുന്നു. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ട് നമ്മൾ അക്യൂസേറ്റീവ് ഉപയോഗിക്കുന്നു. ക്ലിയർ? ഉത്തരം നോക്കണം. ഓക്കെ, മിഷ്, ഡിഷ്, ഈൻ, സി, യെസ്, ഉൻസ്, ഓയ്ക്ക്, ഉൻസി. ഓക്കെ, ഇത് നമ്മൾ ഓരോന്നിനും എക്സാമ്പിൾസ് കാണും. അപ്പൊ കൃത്യമായി പഠിക്കാം. മിഷ് എന്ന് പറഞ്ഞാൽ എന്നെ. ഓക്കെ, മിഷ്, മിഷ്, അവൻ എന്നെ കാണുന്നു. ഓക്കെ, ദ ലേറർ ലോപ്ഡ് മിഷ്, അധ്യാപകൻ എന്നെ പ്രശംസിക്കുന്നു. സി റൂപ്ഡ് മിഷാൻ, അവൾ എന്നെ വിളിക്കുന്നു. ഓക്കെ, അൺറൂഫൻ. ഓക്കെ, നമ്മൾ പിന്നെ പഠിക്കുന്ന റൂഫൻ, അൺറൂഫൻ എല്ലാം നമ്മൾ പിന്നെ പഠിക്കുന്നതായിരിക്കും. പ്രംബാരം എന്ന് പറയും. ഓക്കെ, സി റൂപ്ഡ് മിഷാൻ. അപ്പോൾ മിഷ് എന്നെ, എന്നെ കാണുന്നു, എന്നെ പ്രശംസിക്കുന്നു, എന്നെ വിളിക്കുന്നു. അപ്പൊ ആണ് മിഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഷ്, നിന്നെ. ഓക്കെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ വാക്ക് എപ്പോഴും പഠിച്ചിരിക്കുമ്പോഴും നല്ലതാണ്. ഓക്കെ, ചെറുപ്പക്കാരെപ്പോഴും പഠിച്ചിരിക്കുന്ന നല്ലതാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാം. അതെങ്ങനെ? ഈഷ് ലീബെ ഡിഷ്. അപ്പൊ ഈഷ് ഞാൻ സബ്ജക്ട്, ലീബെ വെർബ്, ഡിഷ് ഡയറക്റ്റ് ഓബ്ജക്ട്. ഡയറക്റ്റ് ആയിട്ട് തല്ല് കിട്ടാൻ സൂക്ഷിക്കണം പറയുമ്പോഴത്തേക്ക്. ഓക്കെ,
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈസ് ഹ്യൂറേ ഡിഷ്നിഷ്, ഞാൻ നിന്നെ കേൾക്കുന്നില്ല. ഐ കാൺ ഹിയർ യു. ഓക്കെ, ഞാൻ നിന്നെ കേൾക്കുന്നില്ല. വി ആർ ബെസൂഖൻ ഡിക് മോർഗൻ, ഞാൻ നിങ്ങളെ സന്ദർശിക്കും. ഓക്കെ, ഞാൻ നിങ്ങളെ സന്ദർശിക്കും. നിങ്ങളെ, ഓക്കെ, അല്ല നിന്നെ, നിങ്ങളെന്ന് വെച്ചാൽ നിന്നെ അല്ല, നിങ്ങൾ, സോറി, നിങ്ങളെയല്ല, നിന്നെ സന്ദർശിക്കും. ഡിക് നിന്നെയാണ്, നിങ്ങൾ അടുത്ത് വരുന്നത്. ഓക്കെ, ഇൻ അവനെ, ഇൻ അവനെ, അവന് ഇഷ്കെന്നെ ഇൻ ഗുഡ്, അവനെ ഞാൻ നന്നായി അറിയാം. എന്നത് എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. ഇഷ്കെന്നെ ഇൻ ഗുഡ്, വി ആർ ഹ്യൂറൻ ഇൻ സിംഗൻ, അവൻ പാടുന്നത് ഞങ്ങൾ കേൾക്കുന്നു. വി ആർ ഹ്യൂറൻ ഇൻ സിംഗൻ. മാക്സ് ഡു ഇൻ, നീ അവനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? മാക്സ് ഡു ഇൻ, നീ അവനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പൊ അത് ഇൻ അവനെ. ഓക്കെ, എന്നെ, അവനെ, അവളെ. ഓക്കെ, നൗ ഹിയർ നീ സി അവളെ. ഈ സി ഏരൻ ടാഗ്, ഞാൻ അവളെ ഓരോ ദിവസവും കാണുന്നു. എവിടെ വെച്ചാ കാണുന്നത്? ബസ് സ്റ്റാൻഡിൽ വെച്ച്, ബസ് സ്റ്റോപ്പിൽ വെച്ച്, ഇവിടെ എല്ലാം ഞാൻ അവളെ ഓരോ ദിവസവും കാണുന്നു. ഈസ് സി ഏരൻ ടാഗ്. ഓക്കെ, ലീവ് സി, അവൻ അവളെ സ്നേഹിക്കുന്നു. ലിറ്റ് സി, ഈസ് ലീബെ ഡിക് എന്ന് പറയുന്ന പോലെ ലിറ്റ് സി, അവൻ അവളെ സ്നേഹിക്കുന്നു. ഞാൻ അവളെ സംസാരിക്കുന്നതായി കേൾക്കുന്നു. എന്നാൽ അവൾ സംസാരിക്കുന്നതായി ഞാൻ കേൾക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അവളെ സംസാരിക്കാൻ കേൾക്കുന്ന അവൾ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. കൃത്യമല്ല ട്രാൻസാക്ഷൻ വരുമ്പോഴത്തേക്കാണ് അവൾ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ഓക്കെ, ഓക്കെ, അപ്പൊ അവളെ, യെസ്, അതിനെ. ഓക്കെ, അതിനെ, യെസ്. ഈ സേഹെ ദസ് ഔട്ടോ, ഞാൻ ആ കാർ കാണുന്നു. ഈ സേഹെ, യെസ്, ഞാൻ അതിനെ കാണുന്നു. ഓക്കെ, ഞാൻ കാർ കാണുന്നു, ഞാൻ അതിനെ കാണുന്നു. അപ്പോ ഈ സേ, യെസ്. സി റിപ്പാരിയറ്റ്, യെസ്, അവൾ അതിനെ ശരിയാക്കുന്നു. അത് സാധനം റിപ്പയർ ചെയ്യണം, അത് റിപ്പയർ ചെയ്യുന്നു. യെസ്, ഓക്കെ, അതിനെ. കെൻസ് ടു, യെസ്, ട്രാഗൻ, നീ അതിനെ കൊടുക്കാനാകുമോ? ഓക്കെ, കൺസ് ടു ദസ് ട്രാഗൻ. ഓക്കെ, അത് കൊടുക്കാനാകുമോ? അല്ലെങ്കിൽ എന്താ പറയുന്നത്, ട്രാഗൻ അത് ക്യാരി ചെയ്യാനാകുമോ? നിനക്ക് അതിനെ ക്യാരി ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ കൊടുക്കാനാകുമോ എന്ന് ചോദിക്കുന്നത്. ഇതേപ്പോ കെൻസ് ടു, യെസ്, ട്രാഗൻ. ഓക്കെ, അപ്പോ അതിനെ. അപ്പോൾ എന്നെ, നിന്നെ, അവനെ, അവളെ, അതിനെയായി. ഇനി ഉൻസ്, ഉൻസ് ഞങ്ങളെ, ഞങ്ങളെ. അവൻ ഞങ്ങളെ കാണുന്നു, ഞങ്ങളെ. മോർഗൻ, അവൾ ഞങ്ങളെ നാളെ സന്ദർശിക്കുന്നു. മോർഗൻ. നായ ഞങ്ങളെ പിന്തുടരുന്നു. ഓക്കെ, ഡോഗ് ഈസ് ഫോളോയിങ് us. ഓക്കെ, the hund folgt uns. ഓക്കെ, that is uns, ഞങ്ങളെ. അപ്പൊ പേഴ്സണൽ പ്രോനോമൻ, ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഓയ്ക്ക്, നിങ്ങളെ, ഈ നിങ്ങളെ ചെയ്യുന്നു. ഓക്കെ, ഇഷ്കെന്നെ ഓയ്ക്ക്. നേരത്തെ നമ്മൾ ഓയ്ക്ക് എന്നും പറയാം, ഓയ്ഷ് എന്നും പറയാം, രണ്ടുപേരും നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇഷ്കെന്നെ ഓയ്ക്ക്, ഞാൻ നിങ്ങളെ അറിയുന്നു, അല്ലെ എനിക്ക് നിങ്ങളെ അറിയാം. ഓക്കെ, വി ആർ ഹ്യൂറൻ ഓയ്സ്, ഞങ്ങൾ നിങ്ങളെ കേൾക്കുന്നു. ഓക്കെ, ഓക്കെ, ഇത് ഞാൻ നിങ്ങളെ കേൾക്കുന്നു, ഞങ്ങൾ നിങ്ങളെ കേൾക്കുന്നു. ഓക്കെ, then erupt oikhan, അവൾ നിങ്ങളെ വിളിക്കുന്നു. ഓക്കെ, ഓയ്ക്ക്. അപ്പൊ നിങ്ങളെ, ദാറ്റ് ഈസ് ഇംഗ്ലീഷിൽ യു ആണ് വരുന്നത്. അതിന്റെ പ്ലൂറൽ യുവേഴ്സ്, കോളിംഗ് ഹിം, കോളിംഗ് യു എന്ന് പറയും. നിങ്ങളെ കാണുന്നു, നിങ്ങളെ വിളിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ അത് ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. Ich kenne euch, wir hören euch, ruft euch an. Clear? Yes. Now see, അവരെ. ഇംഗ്ലീഷിൽ them, I see them എന്ന് പറയുന്ന പോലെ. ഓക്കെ, അവരെ കാണുന്നു. ഞാൻ അവരെ കാണുന്നു. വി ഓഫ് ഫെസ്റ്റേൻസിനിഷ്, ഞങ്ങൾക്ക് അവരെ മനസ്സിലാകുന്നില്ല. ഓക്കെ, അവരെന്തൊക്കെ പറയുന്നു ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കെൻസ് ടു സി, നിനക്ക് അവരെ അറിയാമോ? ഓക്കെ, അതാണ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. അവരെ. ഓക്കെ, എന്നെ, നിന്നെ, അവനെ, അവളെ, അതിനെ, അവരെ എല്ലാം നമ്മൾ പറയുന്നു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് പൊസസീവ് പ്രോനൗൺ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവനെ, അവരെ എല്ലാം പഠിച്ചു. ഇനി എന്റെ, നിന്റെ, അവന്റെ എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ പൊസഷൻ, ഉടമസ്ഥത. ഇംഗ്ലീഷിൽ മൈ, യുവർ. ഓക്കെ, ദിസ് ഇസ് മൈൻ. ഓക്കെ, ദാറ്റ് ഈസ് യുവേഴ്സ്, അങ്ങനെ പറയുന്നതാണ്. അപ്പം മൈ, യുവർ, ഓക്കെ, ഹിസ്, എക്സെട്ര. അപ്പൊ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ വരും. അത് പഠിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഹിയർ
നമ്മൾ നോമിനാറ്റീവ് പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു, ഓക്കെ, മൈൻ, ദൈൻ, സൈൻ, ഓക്കെ, അതെല്ലാം നമ്മൾ പഠിച്ചു. മൈനെ, ദൈനെ, സൈനെ, ഉൻസരെ എല്ലാം നമ്മൾ പഠിച്ചു. അത് ഫെമിനിൻ വരുമ്പോഴത്തേക്കും മസ്കുലിൻ വരുമ്പോഴത്തേക്കും മൈൻ, ദൈൻ എല്ലാം നമ്മൾ പഠിച്ചു. അപ്പൊ നോമിനാറ്റീവ് എന്ന് പറഞ്ഞ് സ്വല്പം വ്യത്യാസം വരുന്നുണ്ട്. എന്താണ് വ്യത്യാസം വരുന്നത്? മസ്കുലിൻ നമ്മള് നോമിനാറ്റീവ് വ്യത്യാസം വരും എന്ന് പറഞ്ഞു. കാരണം മസ്കുലിൻ ദർ മാറി ദേൻ ആകും എന്ന് പറഞ്ഞു. ദി ആറിന് പകരം ദി എൻ ആവും, ദേൻ. ഓക്കെ, ദേൻ ആവും. ഓക്കെ, ദേൻ വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ പൊസസീവ് പ്രോനോമിന് മൈൻ പകരം മൈനൻ വരും. മൈനൻ. ഓക്കെ, ദൈനൻ. ഓക്കെ, മൈനൻ എന്ന് പറഞ്ഞ എന്റെ, നിന്റെ, അവന്റെ, ഓക്കെ, അവന്റെ, അവളുടെ, ഓക്കെ, നമ്മുടെ, അവരുടെ. ഓക്കെ എന്ന് പറഞ്ഞാല് മൈനൻ ഹുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ പട്ടി. ഓക്കെ, ഹുണ്ട് ദറാണ്. അപ്പൊ മൈൻ ഹുണ്ട് നോമിനാറ്റീവ് വരും, ഇത് മൈനൻ ഹുണ്ട് വരും, അക്യൂസാറ്റീവ് വരും. ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ് എന്റെ പട്ടി. ഓക്കെ, അതുപോലെ തന്നെ ദൈനൻ ഹുണ്ട് നിന്റെ പട്ടി. സൈനൻ ഹുണ്ട്, ഓക്കെ, അവന്റെ പട്ടി. ഓക്കെ, അല്ലെങ്കിൽ ഈരൻ ഹുണ്ട് അവളുടെ പട്ടി. അല്ലെങ്കിൽ ഉൻസ ഹുണ്ട് നമ്മുടെ പട്ടി. അല്ലെങ്കിൽ അവരുടെ പട്ടി, അത് പ്ലൂറൽ. ഓക്കെ, അവരുടെ പട്ടി എന്ന് പറഞ്ഞാൽ ഓയർ. ക്ലിയർ? നോമിനാറ്റീവില് പോലെ തന്നെ അക്യൂസാറ്റീവിലും നോയിട്രവും ഫെമിനിനും പ്ലൂറലും വ്യത്യാസമൊന്നുമില്ല. ഫെമിനിൻ വരുമ്പോഴത്തേക്കും മൈനെ എന്ന് വരും. മൈനെ കാറ്റ്സേ, എന്റെ പൂച്ച. ദൈനെ കാറ്റ്സേ, നിന്റെ പൂച്ച. സൈനെ കാറ്റ്സേ, ഓക്കെ, അവന്റെ പൂച്ച. ഈരെ കാറ്റ്സേ, അവളുടെ പൂച്ച. ഉൻസ കാറ്റ്സേ, എന്റെ പൂച്ച. അല്ല ഓയിരെ കാറ്റ്സേ, നിങ്ങളുടെ പൂച്ച. അല്ലെങ്കിൽ നോയിട്രമം മൈൻ ബുക്ക്, ഓക്കെ, എന്റെ ബുക്കാണ്. ദൈൻ ബുക്ക്, നിന്റെ ബുക്ക്. സൈൻ ബുക്ക്, അവന്റെ ബുക്ക്. ഇയർ ബുക്ക്, അവളുടെ ബുക്ക്. ഉൻസ ബുക്ക്, നമ്മുടെ ബുക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഓയർ ബുക്ക്, നിങ്ങളുടെ ബുക്ക്. അല്ലെങ്കിൽ പ്ലൂറൽ മൈനെ ബ്യൂഷർ. ഓക്കെ, മൈനെ ബ്യൂഷർ, ഞങ്ങൾ. ഓക്കെ, എന്റെ പുസ്തകങ്ങൾ. ദൈനെ ബ്യൂഷർ, നിന്റെ പുസ്തകങ്ങൾ. സൈനെ ബ്യൂഷർ, അവന്റെ പുസ്തകങ്ങൾ. ഈരെ ബ്യൂഷർ, ബ്യൂഷറാണ് അവളുടെ പുസ്തകങ്ങൾ. ഉൻസര ബ്യൂഷർ, ഓക്കെ, ഞങ്ങളുടെ പുസ്തകങ്ങൾ. ഓയുടെ ബ്യൂഷർ, നിങ്ങളുടെ പുസ്തകങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അക്യൂസാറ്റീവിൽ മാത്രമേ പൊസസീവ് പ്രൊനോമൻ വരുന്നുള്ളൂ, വ്യത്യാസം വരുന്നുള്ളൂ. മൈനൻ, ദൈനൻ, സൈനൻ, ഈറൻ, ഉൻസൻ, ഓയറൻ. ക്ലിയർ? ഫെമിനിനും പ്ലൂറലും സെയിം ആണ്. മൈനെ, ദൈനെ, സൈനെ, ഈരെ, ഉൻസരെ, ഓയറെ. ക്ലിയർ? നോയിട്രം മൈൻ, ദൈൻ, സൈൻ, ഇയർ, ഉൻസർ, ഓയർ. ക്ലിയർ? യെസ്. Let's move on to next one. So നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ key point 2. Learn മസ്കുലിൻ നൗൺസ് മാത്രമേ ചേഞ്ച് ആകുന്നുള്ളൂ. ഓക്കെ, അക്യൂസാറ്റീവിൽ മസ്കുലിൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ദേർ ഹുണ്ട് എന്ന് പറയുന്നത് ദേൻ ഹുണ്ടാകും. ബാക്കി നോമിനാറ്റീവും അക്യൂസാറ്റീവിലും നോമിനാറ്റീവില് ഫെമിനിൻ, നോയിട്രം, പ്ലൂറൽ റിമെയിൻ സെയിം ആയിട്ട് നിലനിൽക്കുന്നു. നമുക്ക് ഓരോ എക്സാമ്പിൾസ് എടുക്കാം. എന്റെ. ഓക്കെ, അപ്പം ഈ മൈനൻ ഹുണ്ട്, ഞാൻ എൻ്റെ പട്ടിയെ കാണുന്നു. ഓക്കെ, അപ്പോൾ ഹുണ്ട് എന്ന് പറയുന്നത് മസ്കുലിനാണ്. അപ്പൊ അക്യൂസാറ്റീവ് വരുമ്പോഴത്തേക്കും മൈനൻ ആവുന്നു. ക്ലിയർ? ലേസേ മൈൻ ബുക്ക്, ഞാൻ എൻ്റെ പുസ്തകം വായിക്കുന്നു. ഓക്കെ, അത് ബുക്ക് നോയിട്രമാണ്. അപ്പൊ അത് നോ ചേഞ്ച് വരുന്നു. ഓക്കെ, ഈസ് ബസൂക്കെ മൈനെ മുട്ട, ഫെമിനിൻ വരുന്നു. ഞാൻ എൻ്റെ അമ്മയെ കാണുന്നു. മുട്ട ഫെമിനിൻ ആണ്. അപ്പൊ നോ ചേഞ്ച് വരുന്നില്ല. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് മൈൻ വരുമ്പോഴത്തേക്കും അക്യൂസാറ്റീവില് മൈൻ വരുമ്പോഴത്തേക്ക് എന്താണ്? മസ്കുലിൻ മാത്രം ഇഎൻ വരുന്നു, മൈനൻ വരുന്നു, മൈനൻ കൊണ്ട്. ബാക്കി നോയിട്രം വരുമ്പോഴും ഫെമിനിൻ വരുമ്പോഴോ അല്ലെങ്കിൽ പ്ലൂറൽ വരുമ്പോഴോ ഒരു വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അതുപോലെ നിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും ദൈനൻ ബ്രൂഡർ, അവൻ നിന്റെ സഹോദരനെ അറിയുന്നു. ഓക്കെ, മൈനൻ ബ്രൂഡർ ഈ സേഹെ ദൈനെ ടാഷെ, ഞാൻ നിന്റെ ബാഗ് കാണുന്നു. ടാഷെ ഫെമിനിൻ ആണ്. സി ബെന്നൂസ് ദൈൻ ഹാൻഡി, അവൾ നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. ഓക്കെ, ദൈൻ ഹാൻഡി, ഹാൻഡി ആണ്, നോയിട്രമാണ്, അതുകൊണ്ട് ദൈൻ ഹാൻഡി ആണ്. അപ്പൊ ഇവിടെ വരുന്ന ദൈനൻ വരുന്നുണ്ട് അക്യൂസാറ്റീവ് മസ്കുലിൻ,
പക്ഷെ ഫെമിനിൻ വരുമ്പോഴത്തേക്കും ദൈനെ വരുന്നു, അതുപോലെ നോയിട്രം വരുമ്പോഴത്തേക്കും ദൈൻ വരുന്നു, വ്യത്യാസം വരുന്നില്ല. ഇയർ അവളുടെ വരുമ്പോഴത്തേക്കും ഈരൻ ഹുണ്ട്. ഓക്കെ, ഞാൻ അവളുടെ നായയെ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് ദ ഡോഗ് ഓഫ് ഐ ലവ് ഹെർ ഡോഗ്. ഹുണ്ട് എന്ന മസ്കുലിൻ ആണ്, അപ്പൊ ഈരൻ വരുന്നു, ഈരൻ വരുന്നു. അവളുടെ ഈര ടാഷെ, ഞാൻ അവളുടെ ബാഗ് കാണുന്നു. പക്ഷെ ഇവിടെ വ്യത്യാസം വരുന്നില്ല, ടാഷെ ഫെമിൻ ആണ്, അപ്പൊ കൈന ഫെറാൻഡോ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇയർ ബുക്ക്, അവൻ അവളുടെ പുസ്തകം വായിക്കുന്നു. ഇവിടെ ബുക്ക് നോയിട്രമാണ്, സെയിം ആസ് നോമിനേറ്റീവ് ആണ്. അപ്പം നോമിനേറ്റീവില് പോലെ തന്നെ അക്വസാറ്റീവില് ഇത് വരുമ്പോഴത്തേക്കും, അക്വസാറ്റീവ് വരുമ്പോഴത്തേക്കും നമ്മൾ മസ്കുലിൻ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ബാക്കി ഒന്നും ഫെമിനിൻ നോയിട്രും സെയിം ആണ്, സെയിം. സൈൻ, അവന്റെ. മസ്കുലിൻ വരുമ്പോൾ ഈ സൈനൻ പോയിന്റ്, ഞാൻ അവന്റെ സുഹൃത്തിനെ കാണുന്നു. ഓക്കെ, ഇവിടെ സൈനൻ വരുന്നു. ഇവിടെ ഫെമിനിൻ സൈനെ മുട്ട, ഞാൻ അവന്റെ അമ്മയെ കാണുന്നു. നോയിട്രം വരുമ്പോൾ ഈ സൈൻ ബുക്ക്. ഓക്കെ, ഞാൻ അവന്റെ പുസ്തകം കാണുന്നു. ഇത് പ്ലൂറലായിട്ട് വരുവാണെങ്കിൽ ഈ സൈനെ ഫൈൻ്റെ. ഓക്കെ, ഞാൻ അവന്റെ സുഹൃത്തുക്കളെ കാണുന്നു. അപ്പൊ ഇവിടെ സൈന് വ്യത്യാസം വരുന്നില്ല. ആകെപ്പാട് വ്യത്യാസം വരുന്നത് സൈനൻ. ഈ കാരണം എന്തുകൊണ്ടാണ്? മസ്കുലിൻ അക്വസറ്റീവ് ആണ്. ഉൻസർ, ഞങ്ങളുടെ. മസ്കുലിൻ വി ഓ ഹിയോൺ ഉൻസർ ലേറർ, ഞങ്ങൾ ഞങ്ങളുടെ അധ്യാപകനെ കേൾക്കുന്നു. അധ്യാപകൻ ലേറർ ആകുമ്പോഴത്തേക്കും ഉൻസരൻ, ഉൻസരൻ ലേറർ. ഫെമിനിൻ ആകുമ്പോൾ വിയർട്രഫൻ ഉൻസരെ ടാൻറ്റെ, ഞങ്ങൾ ഞങ്ങളുടെ അമ്മച്ചിയെ മീൻസ് ടാൻറ്റെ മീൻസ് ആന്റി, ആന്റിയെ കാണുന്നു. ഓക്കെ, വിയർട്രഫൻ ഉൻസരെ ടാൻറ്റെ വിയർ ലേവൻ ഉൻസർ ഹൗസ്. ഓക്കെ, ഞങ്ങൾ ഞങ്ങളുടെ വീടിനെ സ്നേഹിക്കുന്നു. വി ലവ് അവർ ഹൗസ്. വിയർ മ്യൂഗൻ ഉൻസരെ ഫൈൻഡ്, ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഇഷ്ടപ്പെടുന്നു. മ്യൂഗൻ, ഇഷ്ടപ്പെടുക. അപ്പോ ഹിയർ ഉൻസരൻ. ഓക്കെ, മസ്കുലിൻ അക്വസാറ്റീവ്. ബാക്കി ഒന്നിനും വ്യത്യാസമില്ല. ഉൻസരെ ഉൻസരെ വരുന്നു. ഓക്കെ, ഇനി ഒയർ, നിങ്ങളുടെ. I know it is a bit long and boring, but no other way. We have to learn the grammar. Yes, ഒയർ, നിങ്ങളുടെ. ഒയർ എന്ന് വരുമ്പോൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഒയിരെ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും സ്പെല്ലിംഗ് വരുമ്പോഴത്തേക്കും EUER ആണ് പറഞ്ഞത്, EURE ഇല്ല. ഓക്കെ, ഒയർ മസ്കുലിൻ. വി ആർ സേയിങ് ഒയറൻ ഫാദർ. ഓക്കെ, ഞാൻ നിങ്ങളുടെ അച്ഛനെ കാണുന്നു. ഫെമിനിൻ ഇഷ് കെന്നെ ഒയിരെ മുട്ട, ഞാൻ നിങ്ങളുടെ അമ്മയെ അറിയുന്നു. ഇഷ് ഫിൻഡെ ഒയർ ഔട്ടോ ഷ്യൂൺ. ഓക്കെ, ഞാൻ നിങ്ങളുടെ കാർ മനോഹരമായി കാണുന്നു. ഓക്കെ, ഐ സീ ദാറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. വൺ ഇഷ് ഹിയറെ ഒയർ ഒയിരെ ലൈറ്റർ, ഞാൻ നിങ്ങളുടെ പാട്ടുകൾ ലീഡർ. ഓക്കെ, ലീഡർ, ഞാൻ നിങ്ങളുടെ പാട്ടുകൾ കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇതിനകത്ത് വരുന്നത് ഒയറൻ, നിങ്ങളുടെ. ഓക്കെ, ഒയർ ഒയറൻ വരുന്നു, ബാക്കിയല്ല ഒയരെ ഒയർ ഒയരെ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേർ മാറി ദെൻ ആകുന്നു മസ്കുലിൻ വരുമ്പോഴത്തേക്കും. ഓക്കെ, ഫെമിനിൻ നോയിട്രം എല്ലാം നോമിനേറ്റീവ് പോലെ സെയിം ആയിട്ട് നിലനിൽക്കുന്നു. യെസ്, ഇനി ലാസ്റ്റ് പാർട്ട് പ്രപ്പോസിഷൻ. ഓക്കെ, പ്രപ്പോസിഷൻ. ഓക്കെ, പ്രപ്പോസിഷൻ ജർമ്മൻ എന്ത് വരണം? പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന വാക്യത്തിൽ ഓക്കെ ദ റിലേഷൻഷിപ്പ്. ഓക്കെ, റിലേഷൻഷിപ്പ് കാണിക്കാൻ എന്ത് റിലേഷനാണ്? സാധാരണ നൗൺ അല്ലെങ്കിൽ പ്രോനൗമിന്റെ മുമ്പിൽ വരുന്ന ഒരു അപ്പം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? പ്രപ്പോസിഷൻ. ഇറ്റ് ഈസ് ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ് വൺ. ഓക്കെ, ഓൺ. ഓക്കെ, അല്ലെങ്കിൽ ഗേഗൻ. ഓക്കെ, ഇത് ഇവിടെ ഒന്ന് ചെയ്യാം, ഇത് കട്ട് ചെയ്യാവേ. ഇവിടെ കട്ട് ചെയ്തിട്ട് അപ്പോസിറ്റ് പ്രപ്പോസിഷൻ കട്ട് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, മടുത്താ? ഓക്കെ, അക്വസേറ്റീവ് പ്രപ്പോസിഷൻ. ഓക്കെ, ഇത് കട്ട് ചെയ്യാം. ഓക്കെ, പുതിയ ഇത് നമുക്ക് പ്രപ്പോസിഷൻ പഠിക്കാം. ഓക്കെ, അക്വസേറ്റീവ് പ്രപ്പോസിഷൻ ഉണ്ട്, ഡാറ്റീവ് പ്രപ്പോസിഷൻ ഉണ്ട്, ഗെനിറ്റീവ് പ്രപ്പോസിഷൻ ഉണ്ട്. അപ്പൊ അക്വസേറ്റീവ് പ്രപ്പോസിഷൻ നമുക്ക് പഠിക്കാം ക്ലിയർ ആയിട്ട്. എന്താ അക്വസേറ്റീവ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്? ഓക്കെ, അതിന്റെ റിലേഷൻഷിപ്പ് കാണിക്കാനുള്ളതാണ്. നൗണും പ്രോനൗൺ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അത് പോയി അതിന്റെ പ്രപ്പോസിഷൻ. ഓക്കെ, ഇതൊന്നുകൂടെ കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പ്രപ്പോസിഷൻ പഠിക്കാം.
ഡാറ്റീവ് പ്രൊപ്പോസിഷൻ ഉണ്ട്, ഗനിറ്റീവ് പ്രൊപ്പോസിഷൻ ഉണ്ട്, അക്യൂസേറ്റീവ് പ്രൊപ്പോസിഷൻ. ഓക്കെ, നൗ പ്രൊപ്പോസിഷൻ നമുക്കുള്ളത് മെയിൻ ആയിട്ടും വരുന്നത് അക്യൂസേറ്റീവ് പ്രൊപ്പോസിഷൻ വരുന്നത് ദൂസ് ഫ്യൂർ ഗേഗൻ ഓണെ ഓക്കെ, ദൂസ് എന്ന് പറഞ്ഞാൽ ത്രൂ. ഓക്കെ, ദൂസ് ത്രൂ ഫ്യൂർ മീൻസ് വേണ്ടി, ഗേഗൻ മീൻസ് എതിരായി, എഗെയിൻസ്റ്റ്, ഓണെ മീൻസ് വിത്തൗട്ട് ഇല്ലാതെ, മീൻസ് സമയം. ഓക്കെ, സമയം അല്ലെങ്കിൽ ചുറ്റുപാട്. ഓക്കെ, എറൗണ്ട് എന്ന് പറയും. അപ്പോൾ ദൂസ് ഫ്യൂർ ഗേഗൻ ഓണെ ആണ് അക്യൂസേറ്റീവ് പ്രൊപ്പോസിഷൻ. ഓരോന്നും എടുത്ത് നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് എടുത്ത് നമ്മൾ പഠിക്കാം. ഓക്കെ, എന്താണ് ദൂസ്, എന്താണ് ഗേഗൻ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി പഠിക്കാം. അപ്പം ഗേഗൻ, ഓക്കെ, ഗേഗൻ മീൻസ് ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ഡസ് ഔട്ട് ഓഫ് ഫേറ്റ് ഗേഗൻ ദെയർ ബൗണ്ട്. ഓക്കെ, മരത്തിലേക്ക് ഇടിച്ചു. ഓക്കെ, ഗേഗൻ എഗെയിൻസ്റ്റ് ഇംഗ്ലീഷ് പറഞ്ഞ എഗെയിൻസ്റ്റ്, എതിരായിട്ട്. ദെയർ ബൗണ്ട്, ദെൻ ബൗണ്ട് അക്യൂസേറ്റീവ്. അപ്പം ഡസ് ഔട്ട് ഓഫ് ഫേറ്റ് ഗേഗൻ ദെൻ ബൗണ്ട്, അതിനെതിരായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ പോയി ഇടിച്ചു. അതിന്റെ ഓപ്പോസിറ്റ് മരമുണ്ട്, അതിനെ പോയി ഇടിച്ചു. അതാണ് ദേൻ. ദസ് ഔട്ട് ഓഫ് ഫേറ്റ് ഗേഗൻ ദേൻ ബൗണ്ട്. അല്ലെങ്കിൽ വി ആർ സ്റ്റീലൻ ഹോയ്റ്റ് ഗേഗൻ ദി അന്തരെ മാൻഷാഫ്റ്റ്. നാം ഇന്ന് മറ്റു ടീമിനെതിരെ കളിക്കുന്നു. ഗേഗൻ, അപ്പൊ ദി മാൻഷാഫ്റ്റ് ഫെമിനിൻ ആണ്, അപ്പൊ ദി ആണ് നമ്മൾ അക്യൂസേറ്റീവ് ചേർക്കുന്നത്. അതുകൊണ്ട് വി ആർ സ്റ്റീലൻ ഹോയ്റ്റ് ഗേഗൻ ദി അന്തരെ മാൻഷാഫ്റ്റ്, മറ്റൊരു ടീം എതിരെ നമ്മൾ കളിക്കുന്നു. അല്ലെങ്കിൽ ഈസ്റ്റ് ഗേഗൻ ദസ് നോയെ ഗസറ്റ്സ്, അവൻ പുതിയ നിയമത്തിന് എതിരാണ്. അപ്പൊ എതിര്, ഗേഗൻ മീൻസ് എതിര് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്, എഗെയിൻസ്റ്റ്. ഓക്കെ, ദസ് ഗസറ്റ്സ് അക്യൂസേറ്റീവ് ആണ്, therefore ദസ് ഗസറ്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഗേഗൻ എഗെയിൻസ്റ്റ്. ഓക്കെ, ഇനി ഓനെ വിത്തൗട്ട്, അവനെ കൂടാതെ ഞാൻ പോകുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്, ഇഷ്ട്രിങ്ക് കാഫെ ഓനെ സുക്കർ, പഞ്ചസാര ഇടാതെ ഞാൻ കഴിക്കുന്നു. അപ്പൊ വിത്തൗട്ട് എന്ന് പറയുന്നത്, ഓനെ എന്ന് പറയുന്നത്. ഓനെ മൈനസ് ഫൈൻഡ്, ഞാൻ എന്റെ സുഖത്തില്ലാതെ പോകുന്നു, അവനെ കൂടാതെ പോകുന്നു. സി ഈസ്റ്റ് ഓനെ മെസ്സർ, അവർ കത്തിയില്ലാതെ, സ്പൂണ് ഫോക്കൊന്നും ഇല്ലാതെ കത്തിയില്ലാതെ കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ബൈറ്റഡ് ഓനെ പൗസി, ഒരു ഇടവേള ഇല്ലാതെ ജോലി ചെയ്യുന്നു. ഓനെ, ഓക്കെ, വിത്തൗട്ട്. ദൂസ്, ഓക്കെ, ത്രൂ. ഞാൻ കാട്ടിലൂടെ പോകുന്നു, ഞാൻ റോഡിലൂടെ പോകുന്നു, അല്ലെങ്കിൽ കാട്ടിലൂടെ പോകുന്നു. ദൂസ് എന്ന് പറയുന്നത് നമ്മൾ സിറ്റിയിലൂടെ പോകുന്നു, നഗരത്തിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഓക്കെ, ദി സൊന്നെ ഷൈൻഡ് ദൂസ് ദസ് ഫെൻസ്റ്റർ, സൂര്യൻ ജാലകത്തിലൂടെ പ്രകാശിക്കുന്നു. ഓക്കെ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ജനലിലൂടെ സൂര്യപ്രകാശം വരുന്നു. ദൂസ് ദസ് ഫെൻസ്റ്റർ. ഓക്കെ, ഇനി ഫ്യൂർ എന്ന് പറഞ്ഞാൽ വേണ്ടി, അവന് വേണ്ടി, ഞാൻ അവന് വേണ്ടി ജീവിക്കുന്നു, അവൾക്ക് വേണ്ടി ജീവിക്കുന്നു ഒക്കെ പറയുന്ന പോലെ വേണ്ടി, ഫ്യൂർ. ദസ് ഈസ് ഫ്യൂർ മൈനൻ ബ്രൂഡർ, ഇത് എന്റെ സഹോദരന് വേണ്ടി ഉള്ളതാണ്. അപ്പൊ മൈനൻ ബ്രൂഡർ വരുന്ന മൈനൻ ബ്രൂഡർ ആവുന്നു, അക്യൂസേറ്റീവ്. ഓക്കെ, ഇഷ് കോഫി ബ്ലൂമൻ ഫ്യൂർ മൈനെ മുട്ടർ, ഞാൻ ഈ പൂക്കൾ എന്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്നു. ദസ് ഗഷേങ് ഈസ് ഫ്യൂർ ഡിഷ്, ഈ സമ്മാനം നിനക്ക് വേണ്ടിയുള്ളതാണ്. ഒക്കെ വേണ്ടി, ഫ്യൂർ. ഓക്കെ, മീൻസ് സമയം. ഓക്കെ, സമയത്തിന് മെയിൻ ആയിട്ട് വരുന്നത് ദ ഫിലിം ബിഗിൻ ആക്ഷൻ. ഈ സിനിമ 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക് തുടങ്ങുന്നു. അക്യൂസേറ്റീവ്, ടൈം ഫൈസ്. ഓക്കെ, വി ആർ സിറ്റ്സൺ ദെൻ ടിഷ്, മേശയ്ക്ക് ചുറ്റും ഇരിക്കുക എന്ന് പറയുന്നത് ഉപയോഗിക്കും. ഓക്കെ, നാം മേശ ചുറ്റും ഇരിക്കും. ഒന്ന് സമയത്തെ കുറിച്ച് പറയുന്നു, രണ്ടാമത് ചുറ്റും. ഓക്കെ, ദി കിൻഡർ ലൗഫൻ ദസ് ഹൗസ്, കുട്ടികൾ വീടിന് ചുറ്റും ഓടുന്നു. ദസ് ഹൗസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുന്നത് ബിഗിൻ ഫിലിം ബിഗിൻ ആക്ഷൻ then tish. ഓക്കെ, then tish വരുന്നത് എന്തുകൊണ്ടാണ്? അക്യൂസേറ്റീവ്. ടിഷ് അക്യൂസേറ്റീവ് ആയതുകൊണ്ട്, അക്യൂസേറ്റീവ് മസ്കുലിൻ ആയതുകൊണ്ടാണ്. ടിഷ് ആണ്, അതിന് then tish ആകുന്നു. Okay, the kinder laufen das Haus. Das Haus remains the same. So, clear? Now this is one funny thing. God fume. Accusative preposition പഠിക്കാൻ വളരെ ഈസിയാണ്. God fume. God fume എന്ന് പറഞ്ഞാൽ gegen, ohne, dus, für, God fume. ഇനി നേരെ തിരിച്ചു വേണം വെക്കാം, ഡോഗ് ഫ്യൂം ആക്കാം, അല്ലെങ്കിൽ ഗോഡ് ഫ്യൂം ആക്കാം, ഏത് രീതിയിൽ നടക്കാം. അപ്പം ഗോഡ് ഫ്യൂം എന്ന് പറഞ്ഞാൽ ഗേഗൻ, ഓനെ, ദൂസ്,
fewer womb. അതാണ് ഗോഡ് ഫിലിം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മൾ ഇനി പഠിച്ചതെന്ന് വെച്ചാൽ ഓക്കെ, മെയിൻ ആയിട്ട് പഠിച്ചത് അക്വസേറ്റീവിനെ കുറിച്ച് പഠിച്ചു, അക്വസേറ്റീവ് ആർട്ടിക്കിളെ പഠിച്ചു, അക്വസേറ്റീവ് പേഴ്സണൽ പ്രൊനൗൺ പഠിച്ചു, അക്വസേറ്റീവ് പൊസസീവ് പ്രൊനൗൺ പഠിച്ചു, അക്വസേറ്റീവ് പ്രിപ്പോസിഷൻ പഠിച്ചു. നമ്മൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓരോ വീഡിയോ ഓരോ സെക്ഷൻ വരുമ്പോഴത്തേക്കും വീഡിയോ പോസ്റ്റ് ചെയ്ത് നോട്ട്സ് പഠിക്കണം, സ്വന്തമായിട്ട് സെന്റൻസ് ഉണ്ടാക്കണം. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ലോങ് വീഡിയോ ആണ്, പക്ഷെ കേട്ട് കഴിയുമ്പോൾ ക്ലാസ്സിന് വേണ്ടി മാത്രമല്ല, പഠിക്കാൻ വേണ്ടി മാത്രമല്ല, എന്റർടൈൻമെന്റ് മാത്രമായിട്ട് ഇനി എടുത്തല്ല, ജസ്റ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ശാന്തമായിട്ടിരുന്ന് പഠിച്ച് നോട്ട്സ് ഉണ്ടാക്കി, വേറെ ക്ലാസ്സിൽ പോയില്ലെങ്കിലും കുഴപ്പമുള്ള കാര്യമല്ല. എന്നിട്ട് സംശയമുണ്ട് എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഇട്ടാതെ. അപ്പോൾ മറക്കരുത്, ഇത്രയും ഞാൻ ബുദ്ധിമുട്ടി ക്ലാസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്തിടണം. ഓക്കെ, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ മറ്റൊരു എപ്പിസോഡുമായി വരുന്നവരെ വീണ്ടും കാണാം, പിന്നെ കാണാം. ബൈ.